ഹലോ നീറ്റ് ആസ്പിറൻസ്, വെൽക്കം ടു എജുപോഡ്. ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ഒരു പക്ഷേ നീറ്റിന് റിപ്പീറ്റേഴ്സ് ആവാം, റിപ്പീറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ +2 പഠിക്കുന്ന സ്റ്റുഡൻസ് ആവാം അല്ലേ. നിങ്ങൾ ഇത്രയും കാലം എഴുതിയ എക്സാംസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു. ഞാൻ +2 പഠിക്കുന്ന സ്റ്റുഡൻസിനോടാണ് പറയുന്നത്, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ് ആയിരുന്നില്ലേ. തലേന്ന് പഠിച്ചു, പിറ്റേന്ന് പോയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ തന്നെ എഴുതുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല എന്നുള്ളത് അല്ലേ. MCQs ആണ്. നമ്മൾ OMR ഷീറ്റിൽ കുറേ ബബിൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസ് നോക്കി സെലക്ട് ചെയ്യണം അല്ലേ. ഓരോ ആൻസേഴ്സും നമ്മൾ ഓപ്ഷൻസ് നോക്കി സെലക്ട് ചെയ്യണം. റിപ്പീറ്റേഴ്സ് ആവുന്ന സമയത്ത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എങ്ങനെയൊക്കെ എക്സാം എഴുതണം എന്നുള്ളതൊക്കെ അല്ലേ. ഈ ഒരു വീഡിയോ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം അതിനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ആയിരിക്കും പറയുന്നത്. ആസ് എ എക്സ് നീറ്റ് ആസ്പിറൻറ്റ് ഞാനൊരു റിപ്പീറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 വർഷം എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് പല രീതിയിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അവസാനമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഒരു രീതി ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താലേ എനിക്ക് മാർക്ക് കൂടുള്ളൂ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സെലക്ട് എൻ MCQ ബുക്ക്. അറിയാലോ, MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു MCQ ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എജുപോർട്ടിൻ്റെ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന ഗൈഡുകൾ ലൈക്ക് MTG അരിഹന്ത് ഒക്കെ ചൂസ് ചെയ്യാം. ഈ ഒരു ബുക്ക് എടുത്തതിന് ശേഷം ഓർക്കണം, നിങ്ങൾ ഒരു ബുക്ക് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പല രീതിയിലുള്ള സോഴ്സ് മൊത്തം ചൂസ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആവരുത്. എടുക്കുന്ന ഒരു ബുക്ക് വൃത്തിക്ക് പഠിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു MTGൻ്റെ ബുക്കാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ അരിഹന്തിൻ്റെ ബുക്കാണ്, എജുപോർട്ടിൻ്റെ ബുക്കാണെന്ന് വിചാരിച്ചോ. ഈ ഒരു ബുക്ക് എടുത്തതിന് ശേഷം OMR ഷീറ്റ്സ് നിങ്ങൾക്ക് നെറ്റിൽ കുറേ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ OMR ഷീറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ PDF എടുക്കുക, ഒരു 10-20 കോപ്പി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് 10-20 കോപ്പി പ്രിൻറ്റ് ചെയ്ത് വെക്കുക. ഈ പ്രിൻ്റ് ചെയ്ത OMR ഷീറ്റിലായിരിക്കണം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു ഗൈഡ് എടുത്തു, ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ബബിൾ ചെയ്യാണ് വേണ്ടത് OMR ഷീറ്റിൽ. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ ആക്യുറസി ഇമ്പ്രൂവ് ആവും. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിന് പോകുമല്ലോ, നീറ്റ് എക്സാമിന്, റിയൽ നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തു, അയ്യോ തെറ്റി, ആൻസർ തെറ്റി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തു, അതിങ്ങനെ തെറ്റി എന്ന് പറഞ്ഞാൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 4 ഓപ്ഷൻ ഉണ്ടാവും. ചില ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 5 ഓപ്ഷൻ ഉണ്ടാവും. കറക്റ്റ് വായിക്കുക. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചു, ഫസ്റ്റ് ഓപ്ഷൻ കണ്ടു, ഇതെന്നാണ് ആൻസർ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് കുത്താൻ നിൽക്കണ്ട. കാരണം സെക്കൻഡ് ഓപ്ഷൻസ് വായിച്ചു, ഒരു പക്ഷേ A and B എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, C and D എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചു, സെക്കൻഡ് ഓപ്ഷൻ വായിച്ചു, തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ചെറിയ മിസ്റ്റേക്കാണ്, ഒരു ഇൻകറക്റ്റ് കാരണം നമുക്ക് 4 മാർക്ക് പോവും, നമ്മൾ എഴുതിയ ഒരു മാർക്കും പോവും, അവസാനം 5 മാർക്ക് നെഗറ്റീവ് ആയതിനു ശേഷം നമ്മളിങ്ങനെ ആലോചിക്കും, അയ്യോ എനിക്ക് മാർക്ക് പോയല്ലോ, എനിക്കത് കാരണം ഒരു കോളേജ് മിസ്സായല്ലോ എന്ന് ആലോചിക്കും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എപ്പോഴും 4 ഓപ്ഷനും വൃത്തിക്ക് വായിക്കാൻ വേണ്ടി നോക്കണം. ഇനി ഫിസിക്സിൻ്റെ കാര്യമാണ് പറയുന്നത് വെച്ചാൽ, ഫിസിക്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ 2 സ്റ്റെപ്പിൽ മാക്സിമം നിങ്ങൾ ആൻസറിലേക്ക് എത്തിയിരിക്കണം. മാക്സിമം ഒരു 2 സ്റ്റെപ്പിൽ കട്ടിംഗ് മെത്തേഡൊക്കെ ചൂസ് ചെയ്യാം. ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് മുകളിൽ നോമിനേറ്ററും താഴത്തെ ഡിനോമിനേറ്ററും എഴുതിയിട്ട് അതിൽ തന്നെ കട്ട് ചെയ്ത് നിങ്ങൾ വേഗം ആൻസറിലേക്ക് എത്തണം. ഇപ്പോൾ റൂട്ടും സ്ക്വയറൊക്കെ എടുക്കുന്നതാണെങ്കിൽ പോലും നിങ്ങൾ അത്ര പെട്ടെന്ന് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ ചെയ്ത് പഠിക്കുക. കാരണം നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് എക്സ്ട്രാ ഒരു പേപ്പറൊന്നും കിട്ടിയെന്ന് വരില്ല. 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ അതിന് ആൻസർ പോയിട്ട് ബബിൾ ചെയ്യും അല്ലേ. അല്ലാത്ത സ്റ്റുഡൻസ് എന്താ ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ ടിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പോയി ബബിൾ ചെയ്യും. ഞാൻ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളായിരുന്നു കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നോക്കുന്നു, എനിക്ക് ആൻസർ അറിയില്ല, ഓക്കെ ക്വസ്റ്റ്യൻ അറിയാണെങ്കിൽ ഞാൻ പോയിട്ട് അപ്പം തന്നെ ബബിൾ ചെയ്യും, അറിയില്ലെങ്കിൽ ഞാൻ അവിടെ ലീവ് ചെയ്യും. കാരണം ഇതെനിക്ക് കുറച്ചും കൂടെ എൻ്റെ ആക്യുറസി റെഡി ആയി വന്നത്, സ്പീഡ് റെഡിയായി, ആക്യുറസി റെഡിയായി. അപ്പോൾ ഇങ്ങനെ ഓരോ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, സെക്കൻഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല, ഓക്കെ ഞാൻ അവിടെ ബ്ലാങ്ക് ആക്കി വിട്ടു, തേർഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഫോർത്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് വരും. അപ്പം അങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻകറക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് കുറയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി വെക്കുക. ഫിസിക്സിലും കെമിസ്ട്രിയിലും, ഫിസിക്കൽ കെമിസ്ട്രി, പിന്നെ കാരണം ഇലക്ട്രോ കെമിസ്ട്രി അങ്ങനത്തെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ പോലെ, അതുപോലത്തെ ചാപ്റ്റേഴ്സിനും ഫിസിക്സിലെ എല്ലാ ചാപ്റ്റേഴ്സിനും ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് മാറ്റി എഴുതി വെക്കണം. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വെക്കാം, അല്ലെങ്കിൽ അപ്പുറത്ത് പൂട്ടി വെച്ചാലും കുഴപ്പമില്ല, അതൊന്ന് മാറ്റി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോവുകയാണെങ്കിൽ
നിങ്ങൾക്ക് ആ ഇക്വേഷൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് റിവിഷൻ പോലെയാ വീണ്ടും ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്, ഒരു 2 മാസം മുന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. തലേന്നിരുന്ന് നിങ്ങൾ വീണ്ടും ആ ബുക്ക് എടുത്ത് ഇക്വേഷൻ ഒന്നും നോക്കാൻ നിൽക്കരുത്. പക്ഷെ 2 മാസമൊക്കെ ബാക്കിയുള്ള സമയത്ത് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സ്റ്റുഡൻസ് എപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഒരു 200-300 ക്വസ്റ്റ്യൻസ് ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ചെയ്യണം. എന്നാലേ നിങ്ങൾ അത് ബിഗിനർ ലെവൽ മുതൽ ഒരു അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ, ആദ്യം നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ നെക്സ്റ്റ് ടൈം ഒന്നുകൂടി റിവൈസ് ചെയ്യുന്ന സമയത്ത് നിന്ന് അതിൽ 50 to 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ എക്സാം വരുന്ന സമയത്ത് അതിൽ നിന്ന് വീണ്ടും ഒരു 50 to 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ ഒരു 300 to 400 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മളൊരു ചാപ്റ്ററിൽ പ്രോ ആവുക എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലാവണം നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സിമ്പിളാണ്, ഈസിയാണ്, എല്ലാ കോൺസെപ്റ്റും നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ ആ ചാപ്റ്ററിൽ പോയിട്ട് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ കാര്യമില്ല. എൻ്റെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഉണ്ടായ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ അറിയോ? റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലായിട്ട് തിയറിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ നേരം ടെക്സ്റ്റ് വായിക്കും, കുറേ നേരം വീണ്ടും നോട്ട്സ് വായിക്കും. പക്ഷെ റിപ്പീറ്റർ ആയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് കൂടുതലായിട്ട് MCQ ചെയ്യുന്നതിലാണ് നമുക്ക് മാർക്ക് കൂടുന്നത്. എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇടാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. അപ്പം വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾക്കുള്ള എല്ലാ ടൈമും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ, ഒരു സ്റ്റഡി പ്ലാൻ പോലെ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, രാവിലെ ഫിസിക്സിന് വേണ്ടി കൊടുക്കുക സമയം. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് രാവിലെ ചെയ്യുക. ഉച്ചയാവുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ അധികം യൂസ് ചെയ്യാത്ത കുറച്ച് ബയോളജി ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം ബയോളജിയിൽ നമുക്ക് ഇഷ്ടമായിരിക്കും ചെയ്യാൻ, നമുക്കറിയുന്ന ആൻസേഴ്സ് ആയിരിക്കും, നമുക്ക് ഉറക്കമൊന്നും വരില്ല. രാത്രി ആവുന്ന സമയത്ത് കെമിസ്ട്രി ക്വസ്റ്റ്യൻസും ചെയ്യാം. അങ്ങനെ 3 സബ്ജക്റ്റും ഒരു ദിവസം നിങ്ങൾ ബാലൻസ് ചെയ്ത് പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് എക്സാമിന് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. ആ ഹാളിൽ ഇരുന്ന് നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കും. നന്നായിട്ട് പ്ലാൻ ചെയ്ത് സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ പറ്റും. Thank you so much for watching this video and bye.